നമസ്കാരം. വന്ദിച്ചേരുന്നേൻ രാമൻ എന്ന നാമത്തെ, അത് വന്യഭാനുചന്ദ്രന്മാർ തൻ ബീജാക്ഷരമല്ലോ. ബ്രഹ്മവിഷ്ണു ശങ്കരസ്വരൂപം വേദപ്രാണൻ, ഉണ്മയിൽ നിരുപമം നിർഗുണം നിരാകാരം. കാലകാലനും ജപിക്കുന്നതീ മഹാമന്ത്രം, കാശിയിലിതിൻ ജപം മുക്തിഹേതുകമത്രേ. തന്മാഹാത്മ്യത്തെ ഗണനായകനറിയുന്നു, തത്പ്രഭാവത്താൽ ആദ്യപൂജിതനായിടുന്നു. അറിഞ്ഞിതാധികവിധാമപ്രഭാവം വണ്ണം മറിച്ചെങ്കിലും ചൊല്ലിപ്പറവിത്രചരിതനായി. സഹസ്രനാമ സമമെന്ന ഭർത്താവിൻ ഉന്മൊഴി ശ്രവിച്ചു ഭവാനൊത്തു ഭവാനി ജപിക്കുന്നു. തുളസീദാസ മഹാകവിയുടെ രാമചരിതമാനസം, രാമൻ്റെ ശ്രീരാമകഥ ഹിന്ദിയിൽ എഴുതിയ അതിൻ്റെ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട് CG രാജഗോപാൽ എന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് കൂടി പ്രണാമമർപ്പിക്കുന്നു. രാമായണ മാസത്തിൽ ചില രാമായണ കാര്യങ്ങൾ. രാവും പകലും ചേർന്നതാണ് കാലം. കാലത്തെ കീഴടക്കാനാണ് ഓരോ മനസ്സിനും മോഹം. ആ മോഹമാണ് ഒരു വശം മാത്രം നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ പ്രവൃത്തികൾക്കും ആധാരം. കാലമാണ് ആയുസ് തീർക്കുന്നത്. ജരയും നരയും അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഭൗതിക ദേഹപ്രേമത്തിൽ മോഹം മൂത്താണ് സൗന്ദര്യവർദ്ധനവിനും സൗന്ദര്യ പോഷണത്തിനും സമയവും സമ്പത്തും നാം ചെലവഴിക്കുന്നത്. ഇതിനപ്പുറം ഭൗതികാതീതമായ ചിന്തകളുള്ളവരും ലക്ഷ്യം കുറിക്കുന്നവരുമാണ് മോക്ഷേച്ഛുക്കളായി മോഹാതീതരായി മാറുന്നത്. അതുകൊണ്ട് അവർ കാലത്തെ കീഴടക്കുന്നതിനേക്കാൾ കാലം കൊണ്ട് ലക്ഷ്യത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു. ചിലർ വിജയിക്കുന്നു. അതിനാൽ തന്നെ അവർ കാലത്തെ രൂപപ്പെടുത്തുന്ന രാവിനെയും പകലിനെയും ഭയപ്പെടുന്നില്ല. എന്നാൽ രാവും പകലും അവർക്ക് ലക്ഷ്യമാർഗത്തിൽ നേരിടുന്ന പലതിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഭൗതികവാദികളെന്ന് പറയുമ്പോൾ അവർ ആത്മീയ വിരുദ്ധരുടെ ഗണത്തിൽപ്പെടുന്നില്ല കേട്ടോ. ഭൗതികവാദികൾ അവരുടെയൊക്കെ രാവിനെ പേടിയും പകലിലെ പ്രേമവുമാണ്. അതിനാൽ രാവിനെ മായ്ക്കാനുള്ള മാർഗമായി എങ്ങനെയോ രാമായണത്തെ രാവ് മായണം എന്നാക്കി വ്യാഖ്യാനിച്ച് ആശ്രയിച്ചു പോരുന്നു. എന്നാൽ മോക്ഷവാദിയാകട്ടെ രാവും പകലും രാമൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് രാമൻ്റെ മാർഗമായി അയനമായി രാമായണത്തെ അനുഗമിച്ചു പോരുന്നു. കാലക്രമത്തിൽ രാവല്ല മായേണ്ടത്, രാമൻ്റെ മാർഗത്തിൽ പോവുകയാണ് വേണ്ടതെന്ന് തിരിച്ചറിയുമ്പോൾ ഈ രണ്ട് കൂട്ടരും രാമായണവാദികൾ ആയി മാറുകയും ചെയ്യുന്നു. അതുതന്നെയാണ് രാമായണത്തിൻ്റെ മഹത്വവും. യോജിക്കുന്നവരെയും വിയോജിക്കാൻ ഉദ്ദേശിച്ച് സഞ്ചരിക്കുന്നവരെയും അനുയായികളാക്കി മാറ്റുന്ന രാസവിശേഷം രാമായണത്തിനുണ്ട്. ഈ ഇതിഹാസത്തിൻ്റെ അസാധാരണമായ പ്രത്യേകതയും അതുതന്നെയാണ് എന്ന് തോന്നുന്നു. തുടരാം. നമസ്കാരം.